ഹലോ, ഇന്നത്തെ മാംഗല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഹൈലൈറ്റ്സ് ഉണ്ട്. ഒന്ന്, നമുക്കറിയാം നമ്മുടെ അച്ചു ആ ധനുഷ് എന്ന് പറയുന്ന ആ ഒരു അവന്തികയുടെ ഒരു കള്ളക്കാമുകനെ അടിച്ച് പുറത്താക്കി നേരെ ഡ്രോയിങ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നതും, അത് കൂടാതെ ഇവരുടെ തമ്മിൽ അവന്തികയും ധനുഷും എന്നിട്ടും വിട്ടുകൊടുക്കാതുള്ള കട്ടയ്ക്കുള്ള പ്ലാനുകൾ, എങ്ങനെയാണ് നുഴഞ്ഞു കയറാമെന്നുള്ള പ്ലാനുകളുമൊക്കെ ആയിട്ടും. പക്ഷേ അവന്തിക ഒന്ന് ചെയ്താൽ അവന്തിക്ക് പകരം അവന്തികയുടെ കൂടെ ഒട്ടും കൂട്ട് നിൽക്കാതെ ദൈവം തിരിച്ചൊരു പണിയുമായി അവന്തിക്ക് നേരെ കൊടുത്തു വിടുന്നുണ്ട്. അപ്പം ഇന്ന് അതൊക്കെ തന്നെയാണ് എപ്പിസോഡിൻ്റെ വലിയ ഹൈലൈറ്റ്. അപ്പം നമ്മൾ പണികളും തിരിച്ച് കിട്ടാൻ പോകുന്ന പണികളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂയിലേക്ക് നമുക്ക് നോക്കാം. അപ്പം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നന്ദൻ വന്ന് കയറി ഈ ധനുഷ് ഹോളി ഇരിക്കുന്നു. കാരണം നമ്മുടെ അച്ചു പുറത്താക്കിയതുകൊണ്ടാണ് ഹോളി വന്ന പാവം. അപ്പോൾ ഇന്നത്തെ കമ്പനിക്കകത്തുള്ള പ്രോഫിറ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നന്ദൻ പറയുന്നു ഇതിൻ്റെ അകത്ത് പകുതിയും ധനുഷിൻ്റെ കഴിവുകൊണ്ട്, ധനുഷിൻ്റെ ഐഡിയാസൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ടേൺ ഓവർ കൂടി കിട്ടിയത് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ടങ്ങ് രസിച്ച് നിന്ന് കാണുവാണ് ആരെന്നറിയോ, നമ്മുടെ സ്നേഹ. അപ്പോഴത്തേക്കും നന്ദൻ സ്നേഹയെ നോക്കി പറയും, നീ ഇവിടെ തന്നെ നിൽക്കുവാണോ, ഈ എന്തോ വാ പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുവോ, നീ പോയി ധനുഷിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അത് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് സ്നേഹം എന്ത് ചെയ്യുവാണ്, ധനുഷിനെ വായി നോക്കം നിർത്തിയിട്ട് അടുക്കളയിൽ പോയി ഒരു ജ്യൂസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം വീണ്ടും നന്ദനും ധനുഷും തമ്മിൽ സംസാരിക്കണം. അപ്പം ധനുഷ് നന്ദൻ്റെ അടുത്ത് പറയുവാണ്, അവന്തിക മാഡത്തിന് ഓഫീസിൻ്റെ കാര്യത്തിനകത്തൊക്കെ ഇടപെട്ടിട്ട് ഇപ്പം ഓഫീസിനകത്തൊന്നും ഇടപെടാതെ ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു സാർ, ഞാൻ അവന്തിക മാഡത്തിന് കണ്ടിരുന്നു പറയുന്നത്. അത് ഇപ്പം ഏറ്റവും നല്ലത് അത് തന്നെയാണ്. കാരണം ഞങ്ങളാണ് പറഞ്ഞത്, ഇത്രയും നാൾ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ഓഫീസിന് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ, ഇനി കുറച്ച് നാൾ വീട്ടിൽ ഇരിക്കട്ടെ, അവന്തിക്ക് ഒരു റെസ്റ്റൊക്കെ വേണ്ടേ എന്ന്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഭാര്യ അതുകൊണ്ട് പറയുമല്ല, അവന്തിക വീട്ടിൽ ഇരിക്കുന്നത് തന്നെ ഏറ്റവും നല്ലതെന്ന് ധനുഷിൻ്റെ അടുത്ത് ഈ നന്ദൻ പറയുവാണ്. പാവം നന്ദൻ ഒന്നും അറിയുന്നില്ല, ഇത് രണ്ടും കൂടെ കൂട്ടുകക്ഷിയെന്ന് അറിയാതാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ ധനുഷിനോട് അതിൻ്റെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞു തരാമെന്ന് നന്ദൻ പാവത്തിൻ്റെ പോലെ പറയുന്നു. ധനുഷും ഇതൊക്കെ കേട്ടിരിക്കുന്നു. അപ്പം നന്ദൻ ചോദിക്കുന്നുണ്ട്, ധനുഷിന് താമസ സൗകര്യമൊക്കെ ഓക്കെ ആയോ എന്ന് ചോദിക്കും. താമസ സൗകര്യം ഒരു ചെറിയൊരു മുറി കിട്ടിയിട്ടുണ്ട് സാർ, പക്ഷേ അതിനേക്കാളൊക്കെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ് സാർ. ഹോട്ടലിൽ നിന്ന് സ്ഥിരം കഴിച്ച് സത്യത്തിൽ ഭക്ഷണത്തിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നിപ്പോയി, ഒന്നും കഴിക്കാൻ പോലും നമുക്ക് തോന്നത്തില്ല എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നന്ദൻ പറയുന്നത്, അത് ധനുഷ് ഒരു കാര്യം ചെയ്യും, ധനുഷ് നമ്മുടെ ഔട്ട് ഹൗസിൽ ഒന്ന് താമസിക്കുക ഇവിടെ തന്നെ. കാരണം ഈ ധനുഷ് ഇവിടെ ഇന്ന് പ്ലാൻ ചെയ്ത് വന്ന തന്നെ ഇവിടുന്ന് ഇന്ന് പോകുന്നതിന് മുന്നേ ഇവിടുന്ന് ഇനി ഒരിക്കലും ഇറങ്ങാതെ എപ്പോൾ അവന്തിക്ക് ആഗ്രഹം തോന്നിയാലും അവന്തികയെ പോയി കാണാനും അവന്തികയോട് സംസാരിക്കാനുള്ള ഒരവസരം ഒരുക്കി വെച്ചിട്ടേ പോത്തുള്ളൂ എന്നല്ലേ അവന്തിക്ക് വാക്ക് കൊടുത്തത്. ആ വാക്ക് കൊടുത്ത പോലെ തന്നെ ധനുഷ് ആ കാര്യം പാലിച്ചിരിക്കുവാണ്. കാരണം നന്ദൻ ഇതൊന്നും അറിയാതെ ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി പറയുകയും ചെയ്ത്. ഇതിനാണ് പറയുന്നത്, അറിയാതെ തന്നെ കള്ളൻ്റെ കൈ താക്കോല് കൊടുത്ത മുതലാളി. അത് തന്നെയാണ് ഇന്നത്തെ നന്ദൻ്റെ അവസ്ഥ. നന്ദൻ അവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പം തന്നെ ധനുഷ് തൻ്റെ പ്ലാൻ കറക്റ്റായിട്ട് വർക്കായതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോഴത്തേക്കും ധനുഷ് പറയണം, എന്നാൽ സാർ ഞാൻ ഇറങ്ങട്ടെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ധനുഷ് അങ്ങ് പോവാണ്. അപ്പം ധനുഷ് ഹാളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ബൈക്കിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ സ്നേഹ ഈ ജ്യൂസും കൊണ്ട് വരുന്നത്. ജ്യൂസും കൊണ്ട് വരുന്ന സ്നേഹ അടുത്ത് നന്ദൻ പറഞ്ഞു, നീ ഇപ്പോഴാണ് ഒരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, ഒരു ജ്യൂസ് എടുക്കാൻ നിനക്ക് ഇത്ര നേരമാണോ, ഇനി അത് തന്നെ അങ്ങ് കുടിച്ചാൽ മതി, അയാൾ പോയി എന്ന് പറഞ്ഞിട്ട് പോവാണ്. നന്ദൻ അങ്ങ് പോവാണ്. അപ്പം സ്നേഹ ഈ ജ്യൂസും കൊണ്ട് പുറത്തിറങ്ങി പോയി നോക്കുവാണ് ധനുഷ് യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടോ എന്നറിയാൻ. അപ്പം ധനുഷ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഹലോ ഹലോ എന്ന് വിളിച്ചിട്ട് ഈ ഒരു ജ്യൂസ് അങ്ങ് ധനുഷിൻ്റെ കൈ കൊടുക്കുകയാണ്. ധനുഷ് സ്നേഹയെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നോക്കുന്നു. അപ്പം ധനുഷ് ചോദിക്കുന്നു, ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ ഇത്ര നേരമാണ്, അത് പിന്നെ ജ്യൂസ് താനേ കയറി മിക്സിക്കകത്ത് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് സ്നേഹ ധനുഷിൻ്റെ അടുത്ത് ആ കാര്യങ്ങൾ പറയുന്നു. അപ്പം ഇപ്പോഴാണ് അറിഞ്ഞ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ ഇത്രയും പാടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇത് ആദ്യമായിട്ട് അറിഞ്ഞെന്നൊക്കെ ധനുഷ് പറയുന്നത്. പിന്നെ എനിക്ക് എന്തായാലും ജ്യൂസൊക്കെ ഇഷ്ടപ്പെട്ട്, അത് കൂടാതെ വേറെയും പല കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുണ്ട്. അതെന്താ എന്ന് സ്നേഹ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ജ്യൂസ് വരുമ്പം പറയാനൊന്നും കാണത്തില്ലല്ലോ, അപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും പറയാമെന്ന് പറഞ്ഞിട്ട് ധനുഷ് സ്നേഹയെടുത്തും ഒരു കൊക്കി ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. അതായത് നാളത്തേക്ക് സ്നേഹയ്ക്ക് ഒരു ചൂണ്ടയിട്ട് വെച്ചാലല്ലേ ഇവിടെ ഒരു സ്ഥിരം ഒരു പെർമനൻ്റ് ആവാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ കാര്യം കൂടെ ധനുഷ് അവിടെ നോക്കിയിട്ട് ധനുഷ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇത് നോക്കി ആരും നിൽപ്പുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അച്ചു നോക്കി നിൽപ്പുണ്ട്. അച്ചു തിരിച്ച് സ്നേഹ വരുമ്പോഴത്തേക്കും അച്ചുവിന് സ്നേഹയും തമ്മി ഒരു രൂക്ഷമായൊരു ഭാവമാണ് നോക്കുന്നത്. സ്നേഹയ്ക്ക് അയ്യോ ഏട്ടത്തി കണ്ടുപോയല്ലോ എന്നുള്ള ചമ്മലുണ്ട്. അവന്തികയുടെ കാര്യങ്ങളും ധനുഷിൻ്റെ കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അച്ചു സ്നേഹേനെ ഒരു വോൺ ചെയ്യുന്ന രീതിയിൽ
ഇങ്ങനെയാണോ നീ പെരുമാറേണ്ട എന്ന രീതിക്കകത്ത് തന്നെയാണ് തിരിച്ചു നോക്കുന്നത്. അപ്പോഴത്തേക്കും അത് ഏട്ടത്തി വീട്ടിലേക്ക് വരുന്നവരെ സൽക്കരിക്കുന്നതൊക്കെ നല്ലതാണ്, ആദ്യത്തെ മര്യാദ വളരെ നല്ലതാണ്, പക്ഷേ എല്ലാവരെ കുറിച്ചും അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന് പറയുന്നത്. നീ ഇപ്പം ചെയ്ത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇനി ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുമ്പോഴത്തേക്കും സ്നേഹം ഒന്നും പറയാതെ എന്താണ് അകത്ത് കയറി അങ്ങ് പോവുകയാണ്. പിന്നെ അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവന്തികയുടെ കോള് ധനുഷ് വന്ന്. ധനുഷ് അപ്പോഴത്തേക്കും ഒരു ചായക്കടയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായ കുടിക്കുമ്പോഴാണ് അവന്തികയുടെ കോൾ വരുന്നത്. അപ്പം ധനുഷ് വലിയ രീതിക്കകത്ത് അങ്ങ് തട്ടിവിടുക, നിൻ്റെ ഭർത്താവ് ഒന്നും അറിയാതെ നന്ദനുള്ള കുഴി കുഴിച്ച് എന്നെ ഇനി അവിടെ തന്നെ ഞാൻ നെല്ലിശ്ശേരി തന്നെ വന്ന് താമസിക്കുമോ എന്ന് പറയുന്നു. അപ്പം അതിന് മുന്നേ തന്നെ അവന്തിക പറയുന്നൊരു കാര്യം, ഇന്ന് കണ്ടില്ലേ അർച്ചനെ, നീ കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ നീ പറയുമ്പോഴത്തേക്ക് നീ എൻ്റെ കാര്യം വിശ്വസിച്ചില്ലല്ലോ, ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, ഇനി അവൾക്കൊരു തുമ്പ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഇനി അവൾ അതിനെ ചൂർന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് നടക്കും, അതുകൊണ്ട് ഇനി വരുമ്പം വളരെ സൂക്ഷിക്കണമെന്ന് അവന്തിക ധനുഷിനോട് പറയുമ്പോൾ ധനുഷ് പറയുന്നത്, അതിന് ഞാൻ ഇനി വരുന്നില്ലല്ലോ, ഞാനിനി അവിടുന്ന് സ്ഥിരം വരെയും പോക്കൊന്നുമില്ല, അവിടെ തന്നെ സ്ഥിരം താമസമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നെല്ലിശ്ശേരി താമസിക്കാൻ അവന്തികയുടെ ഭർത്താവായ, അതായത് അവന്തികയുടെ ഭർത്താവ് ഞാൻ പറയുന്നത് നിൻ്റെ പേരിനുള്ള ഭർത്താവ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവിൻ്റെ സമ്മതം കിട്ടി, അവൻ തന്നെ അറിയാതെ അവനുള്ള കുഴിച്ചുകൊണ്ട് തന്നെ എന്നെ അവിടെ താമസിക്കാൻ വിളിച്ചിരിക്കുമെന്ന് ധനുഷ് അവന്തിക എടുത്ത് പറയുന്നത്. ഇത് കേട്ടതും സത്യമാണോ എന്ന് പറഞ്ഞാൽ അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അവന്തിക സന്തോഷം പുറത്ത് ഊഞ്ഞാലിനകത്തിരിക്കുവാണ്. ഇതൊന്നും വീട്ടിൽ വേറെ ആരുമേ അറിയുന്നില്ല. അപ്പം അവരുടെ കാര്യം കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്മുടെ അച്ചു എന്ത് ചെയ്യുവാണ്, അനൂപിനെ വിളിക്കുവാണ്. അനൂപിനെ വിളിച്ചിട്ട് ഈ ധനുഷിനെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തിരക്കുവാണ്. അയാൾ എവിടുത്തുകാരനാണ്, സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനൂപിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഡൗട്ട്, കാരണം എന്തിനാ അർച്ചന ഇതൊക്കെ വിളിച്ചു ചോദിക്കുന്നത്. ഉടനെ അനൂപ് അർച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, മോളെ നീ ഇത് വെറുതെ ചോദിക്കുവാണോ അതോ എന്തെങ്കിലും കാര്യം സംശയം വെച്ചിട്ട് ചോദിക്കുവാന്ന് ചോദിക്കുന്നത്. ഒന്നുമില്ല ഏട്ടാ, ഞാൻ ചുമ്മാ അയാൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചതന്നേ ഉള്ളൂ, നമ്മുടെ കമ്പനിയുടെ പുതിയ വൈസ് പ്രസിഡൻ്റ് അല്ലേ, അറിഞ്ഞിരിക്കാനായി ചോദിച്ചതെന്ന് പറയുന്നത്. അങ്ങനെ അങ്ങ് ഫോൺ കട്ട് ചെയ്യുവാണ്. അനൂപിന് പക്ഷേ ഫോൺ കട്ട് ചെയ്യാൻ മനസ്സില്ല, കാരണം അച്ചു യഥാർത്ഥത്തിൽ അങ്ങനെ ചോദിച്ചതെന്ന് അനൂപിന് തോന്നുന്നില്ല, കാരണം എന്തോ കാര്യം വെച്ചിട്ട് ചോദിച്ചതെന്ന് തന്നെ അനൂപിന് തോന്നുന്നുണ്ട്. അനൂപ് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അച്ചു കട്ട് ചെയ്ത് പോവാണ്. പിന്നെ കാണിക്കുന്നത് രാത്രി ആയിക്കഴിഞ്ഞ് രാത്രി കാണിക്കുന്നത് വൃന്ദാവനം വീടാണ് കാണിക്കുന്നത്. വൃന്ദാവനം വീട്ടിൻ്റെ ഫ്രണ്ടിനകത്ത് അച്ചുവിൻ്റെ പാരൻസ്, അതായത് അമ്മയും അച്ഛനും കൂടെ ഇരുന്ന് സംസാരിക്കുന്നു. അതായത് ആതിരയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്നാണല്ലോ പറയുന്നത്, സേതു പറഞ്ഞത് അവിടെ നിർത്തുന്നതാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിന് സമ്മതിക്കുകയും ചെയ്ത് ഇപ്പം എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് അവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നു. അപ്പം കമലം പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ തന്നെ ചോദിക്ക്, അപ്പം സംസാരിച്ച് കഴിഞ്ഞാൽ നടക്കാത്തൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അച്ചുവിൻ്റെ ഫാദറിന് അതിനൊരു മടിയാണ്. അപ്പോഴത്തേക്കും അച്ചുവിൻ്റെ ഫാദർ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് അച്ചുമോളെ വിളിച്ചൊന്ന് ചോദിക്കാം, എന്നിട്ട് അവൾ എന്ത് ഒപ്പീനിയൻ പറയുന്നോ അതും കൂടെ ഏറ്റെടുത്തിട്ട് നമുക്കതനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അച്ചുവിനെ വിളിക്കുമ്പോൾ അച്ചു ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചു ചോദിക്കുന്നു, ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ആതിര അച്ഛനെ വിളിച്ചു, അങ്ങോട്ടേക്ക് വരണമെന്നെങ്ങാനും പറഞ്ഞു. അതല്ല മോളെ, അവൾക്ക് അതിനൊരു ആഗ്രഹം ഇല്ലായ്മൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും അതെങ്ങനെ ഇപ്പം ചോദിക്കാനെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അർച്ചന പറയുന്നത്, അത് എനിക്ക് മാത്രം തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ അച്ഛാ, ഞാനിവിടെ എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് വിളിച്ച് പറയാമെന്ന് പറയുന്നു. ഇനി അടുത്തതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. കാരണം അജയ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, അതായത് അവന്തിക്ക് കൊലപാതകമൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തതും അവന്തിക്ക് വേണ്ടി ഇപ്പം ജയിലിൽ പോയിരിക്കുന്ന വ്യക്തി. അപ്പോൾ അവൻ ജയിലിൽ തന്നെ കിടക്കുവാണ്, കാരണം അവന് ഇവിടെ പോയി ജാമ്യം എടുത്ത് കൊടുക്കാനൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് അവൻ അവിടെ തന്നെ ആയിരിക്കും വിചാരിച്ചിരിക്കുമ്പം അജയൻ എന്ന് വന്നിട്ട് ഒരു നമ്പറിൽ നിന്ന് അവന്തിക്ക് കോൾ വരുവാണ് പിറ്റേ ദിവസം. അപ്പോൾ അവന്തിക്ക് അയ്യോ ഇവൻ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയോ, ഇപ്പം എന്നെ ശല്യപ്പെടുത്താനായിരിക്കും വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കോൾ അപ്പോഴത്തേക്കും കട്ടായിപ്പോയി. അത്രയും സന്തോഷം എന്നിട്ട് അവന്തിക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും കോൾ വന്ന്, ഹലോ മാഡം, എന്നെ ഓർമ്മയൊക്കെ ഉണ്ടോ, ജയിലിൽ നിന്ന് പുഷ്പം പോലെ ഇപ്പം ഇറക്കിത്തരാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു പുഷ്പം ഒന്നും കണ്ടില്ല, പിന്നെ ആരും വിളിക്കുന്നില്ല. അത് അജയ, ഞാൻ യഥാർത്ഥത്തിൽ അങ്ങോട്ടേക്ക് വരാൻ പറ്റുന്ന സാഹചര്യത്തിനകത്തല്ലായിരുന്നു. അപ്പം ആണ് അടുത്ത ട്വിസ്റ്റ്, അതായത് ഇവിടെ കൊണ്ടുവന്ന് നന്ദനെ കുഴി ചാടിച്ച് ഇവിടെ തന്നെ കാമുകനെ താമസിപ്പിക്കാൻ നോക്കിയപ്പം ദൈവം കൊടുത്തൊരു പാരയാണ് അജയൻ എന്ന രീതിക്കകത്ത്. കാരണം അജയൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് അടുത്ത കോർട്ട് ഹിയറിങ്ങിന് മുന്നേ തന്നെ അവന്തികയുടെ അനിയത്തി അനഘയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച് കല്യാണം നടത്തി തരണമെന്നാണ്. അതിനു വേണ്ടി ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് വരാമെന്നാണ് അജയൻ പറയുന്നത്. അവന്തികയ്ക്ക് ഒന്നും പറയാനില്ല, കാരണം അവന്തികയ്ക്ക് ഒന്നും പറയാൻ വിടാതെ തന്നെ അവനങ്ങ് ഫോൺ കട്ട് ചെയ്യുവാണ്. അവന്തിക ആലോചിക്കുക, ഇത് ഞാൻ എങ്ങാണം അനഘയടുത്ത് പറയുന്ന അനഘ ഉറപ്പായിട്ട് എൻ്റെ ശത്രുവാകും, അനഘയ്ക്ക് പിന്നെ എൻ്റെ അടുത്ത് വെറുപ്പായിരിക്കും, കാരണം ചേച്ചി എന്നെ മനഃപൂർവ്വം ബലിയാടാക്കിയെന്നും ചേച്ചി എന്നെ കൊണ്ടുവന്ന് കുഴി ചാടിച്ചല്ലോ എന്ന് എന്തായാലും എൻ്റെ അനിയത്തി ചിന്തിക്കും. അതോട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തീർന്ന്, കാരണം അല്ലെങ്കിൽ അത് തീരും, കാരണം ഇപ്പം തന്നെ ധനുഷിൻ്റെ കാര്യം അറിഞ്ഞിരിക്കുന്ന രീതിക്കകത്ത് ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ചേച്ചി എന്ത് സെൽഫിഷാന്നുള്ള കാര്യം ഉറപ്പായിട്ട് മനസ്സിലാവുന്നുള്ളത്
കൃത്യമാണ്. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് ആ കോൾ കട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് എന്താണ്, അച്ചു നമ്മുടെ എന്താണ് മംഗലശ്ശേരി വീട്ടിനകത്ത് ഹാളിനകത്ത് എന്താണ് ഒരു ചെറിയ ക്ലീനിങ് പ്രോസസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ധനുഷ് എന്താണ് ബൈക്കിൽ വന്ന് ഇറങ്ങുന്നു. എന്നിട്ട് കയ്യിൽ ബാഗൊക്കെ ഉണ്ട്, അതായത് തോളിലൊരു ബാഗൊക്കെ തൂക്കിയിട്ട് അകത്ത് കയറി വലിഞ്ഞ് കയറി വരുവാണ് ഒരു നാണമില്ലാതെ. അപ്പോഴത്തേക്ക് അച്ചു ചോദിക്കുക, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് വീട്ടിൽ വന്ന് വേണ്ട, ഓഫീസിൽ മതി എന്ന രീതിക്കകത്ത് നിങ്ങൾ വലിഞ്ഞങ്ങ് കയറി വന്നിരിക്കുമെന്നല്ലോ, ഒരു മര്യാദയില്ല, ഇങ്ങനെയാണോ ഒരു വീട്ടിലേക്ക് കയറി വരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം എന്താണ് അതിന് ഓഫീസിൻ്റെ കാര്യം പറയാനല്ലല്ലോ വന്നതെന്ന് അച്ചുവിൻ്റെ അടുത്ത് ഇവൻ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. അതായത് നീ എന്നെ ബെഡ്റൂമിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ എന്താ, ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഹുങ്കുണ്ടല്ലോ, ആ ഹുങ്ക് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ധനുഷ് മിണ്ടുന്നത്. പക്ഷേ ഈ വട്ടം ഒരു പ്രത്യേക ചാൻസ് എന്ന് പറയുന്നത്, അവന്തികേനെ അന്ന് മാഡം എന്ന് വിളിച്ചപ്പോൾ അച്ചുവിനെ മാഡം എന്ന് അച്ചു വിളിപ്പിച്ചില്ലേ, അതുകൊണ്ട് ഈ വട്ടം ഹായ് ഗുഡ് മോർണിംഗ് അർച്ചന മാഡം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഈ വീട്ടിൽ ഞാൻ എല്ലാവരുമായിട്ട് കമ്പനിയായി. അത് അവന്തിക മാഡത്തിൻ്റെ അടുത്ത് നന്ദൻ സാറിൻ്റെ അടുത്തൊക്കെ ഭയങ്കര കമ്പനിയായി. ഈ മാഡം മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് വലുതായിട്ട് മിണ്ടാതെ. എല്ലാവരും നിങ്ങളുടെ അവന്തിക മാഡത്തിനെ പോലെ ആകണമെന്നില്ല, സച്ചി സാറിൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് കമ്പനി ആവാത്തതെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും എന്താണ് അച്ചു പറയുക, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് ഞാൻ ഓഫീസ് കാര്യത്തിനൊന്നും അല്ല എന്നാണല്ലോ ഇവൻ പറഞ്ഞു. അപ്പം പിന്നെ എന്തിനാ ഇവിടെ കയറി താമസിക്കാനാണ്. കറക്റ്റ് മാഡം, എന്നെ ഇവിടെ താമസിക്കാനാണ് വന്നത്, ഈ വീട് എനിക്ക് എൻ്റെ വീട് പോലെയാണ്, ഞാൻ ഇന്ന് തൊട്ട് ഇനി ഇവിടുത്തെ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്, മാഡം ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുവാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ്. സോ നമുക്ക് ഇനിയുള്ള അപ്ഡേറ്റ്സ് കാണാം, ബാക്കി എന്തൊക്കെയാണ് പോകുന്നതെന്ന് നോക്കാം. അപ്പം പരസ്പരമുള്ള പാരവെപ്പിനകത്ത് ഏതൊക്കെ പാരകൾ എവിടെയൊക്കെ പോകുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്